ഹൈദരാബാദിൽ മലയാളി വ്യവസായിയെ വെടിവെച്ചിട്ട ശേഷം കവർച്ച. വസ്ത്രം വാങ്ങാനെത്തിയ കോഴിക്കോട് സ്വദേശി VP റിൻഷാദിനെയാണ് സംഘം കൊള്ളയടിച്ചത്. ചാർമിനാറിന് സമീപത്തുള്ള ബാങ്ക് സ്ട്രീറ്റിൽ ശനിയാഴ്ച രാവിലെയാണ് സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രനിർമ്മാണ യൂണിറ്റിലേക്ക് തുണി വാങ്ങാനെത്തിയ മലയാളിയായ വ്യാപാരി റിൻഷാദാണ് കവർച്ചയ്ക്കിരയായത്. ഹൈദരാബാദിലെ ദിവാൻ ദേവ്ദിയിലെ മൊത്തക്കച്ചവട കേന്ദ്രത്തിൽ നിന്ന് തുണി വാങ്ങാനെത്തിയതായിരുന്നു റിൻഷാദ്. ഇതിനായി 6 ലക്ഷം രൂപ പണമായി കയ്യിൽ കരുതിയിരുന്നു. നമ്പള്ളിയിൽ താമസിക്കുന്ന മിസ്ബാൻ എന്ന ബന്ധുവിന്റെ കൂടെയായിരുന്നു റിൻഷാദിന്റെ താമസം. മിസ്ബാന്റെ കൂടെ പലയിടത്തും തുണി വാങ്ങാൻ പോയെങ്കിലും ഉദ്ദേശിച്ച സ്റ്റോക്ക് കിട്ടിയില്ല. തുടർന്ന് ഇയാളുടെ നിർദ്ദേശപ്രകാരം പണം CDMൽ നിക്ഷേപിക്കാൻ പോയി. ഈ സമയത്താണ് തോക്കുപയോഗിച്ച് ആക്രമിച്ച് പണം കവർന്നത്. CDMൽ നിൽക്കുന്നതിനിടെ 2 അംഗ സംഘമെത്തി വയറിലേക്ക് തോക്കു ചൂണ്ടി പണം ആവശ്യപ്പെട്ടു. എതിർത്തപ്പോൾ നിറയൊഴിച്ചു. റിൻഷാദിന്റെ കാലിൽ വെടിയേറ്റിട്ടുണ്ട്. ഇതിനിടയിൽ പണമടങ്ങിയ ബാഗും റിൻഷാദ് വന്ന ഇരുചക്രവാഹനത്തിന്റെ താക്കോലുമായി സംഘം രക്ഷപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ അത്രയും CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കിലോമീറ്ററുകൾക്കപ്പുറം ഇവർ സഞ്ചരിച്ച ബൈക്ക് ഉപേക്ഷിച്ചതായും കണ്ടെത്തി. തുടർന്ന് ഓട്ടോറിക്ഷയിൽ ഇവർ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷന് സമീപമെത്തി. അവിടെ നിന്നും ഓൾഡ് ഹൈദരാബാദ് മേഖലയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും CCTV ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിയേറ്റ റിൻഷാദ് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്.